നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT പുതിയ പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന പാഠത്തെക്കുറിച്ചാണ്. LGS ലെവൽ പരീക്ഷകളായ കമ്പനി ബോർഡ് LGS, LGS, VFA, പിയൂൺ തുടങ്ങിയ പോസ്റ്റുകൾക്കാണ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് കൂടുതലായി ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. മറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും SCERTയിൽ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ ഹെഡിങ്ങിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ ആദ്യകാല നഗരരാഷ്ട്രങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രീസിനെ കുറിച്ചാണ്. ഗ്രീസിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. ഒളിമ്പിക്സ്, നമ്മൾ ഇന്ന് കാണുന്ന ഒളിമ്പിക്സിൻ്റെ ആദ്യ രൂപം പുരാതന ഗ്രീസിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യം, ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്തതാണ് ജനാധിപത്യം. ഗ്രീക്കിൻ്റെ സംഭാവനയാണ് ജനാധിപത്യം. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് പോളിസ് എന്നാണ്. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് പോളിസ് എന്നാണ്. അവയിൽ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളാണ് തീബ്സ്, ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്. തീബ്സ്, ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏഥൻസും സ്പാർട്ടയും. ഈ പറഞ്ഞതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളാണ് ഏഥൻസും സ്പാർട്ടയും. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. അതാണ് പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറഞ്ഞത് ഇതിനെയാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിനും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ ഇവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിക്ലിസിൻ്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. പെരിക്ലിസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ് ഏഥൻസിൽ ശക്തമായ ജനാധിപത്യം ഉണ്ടാകാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭയെ അസംബ്ലി എന്നാണ് വിളിച്ചിരുന്നത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭയെ അസംബ്ലി എന്നാണ് വിളിച്ചിരുന്നത്. പൗരത്വമുള്ള പുരുഷന്മാർക്ക് ഇതിലെല്ലാം പങ്കാളിത്തമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏഥൻസിലെ പൗരന്മാർ ആരാണ്? ഏഥൻസിലെ എല്ലാവരെയും പൗരന്മാരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. അയാൾ സ്വതന്ത്രനായിട്ടുള്ള ഒരു പുരുഷനായിരിക്കണം. മാത്രമല്ല അയാളുടെ രക്ഷകർത്താക്കൾ ഏഥൻസുകാരായിരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ സ്വതന്ത്രനായിരിക്കണം, അയാളുടെ രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഏഥൻസിലെ പൗരന്മാരായിട്ട് പരിഗണിക്കൂ. അവിടെ പുരുഷനെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പെരിക്ലിസിൻ്റെ കാലത്താണ് ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പെരിക്ലിസ് ആരാണ്? ഏഥൻസിലെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അതാണ് ആദ്യകാലങ്ങളിലുള്ള ജനാധിപത്യം. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അടുത്തതായിട്ട് നമുക്ക് സ്പാർട്ടയെക്കുറിച്ച് നോക്കാം. ഏഥൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. ഏഥൻസിൽ ജനാധിപത്യമാണെന്ന് നമുക്കറിയാം. സ്പാർട്ടയിൽ പ്രഭുഭരണമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസമാണ് സ്പാർട്ടയിൽ കൊടുത്തിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം. എന്നാൽ ഏഥൻസിലാണെങ്കിൽ കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസമായിരുന്നു. ഏഥൻസിലാണെങ്കിൽ കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസമായിരുന്നു. പക്ഷേ സ്പാർട്ടയിലാണെങ്കിൽ സൈനിക പരിശീലനത്തിനും പരമ്പരാഗത മൂല്യങ്ങൾക്കും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസമായിരുന്നു. മാത്രമല്ല ഈ സ്പാർട്ടയിൽ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. പക്ഷേ ഏഥൻസിലാണെങ്കിൽ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏഥൻസിൽ
ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ശക്തമായ കപ്പൽപ്പടയും സൈന്യവും ഒക്കെ ഏതൻസിനുണ്ടായിരുന്നു. പക്ഷേ സ്പാർട്ടയിലാണെങ്കിൽ 23 വർഷത്തെ സൈനിക സേവനമുണ്ട്. മാത്രമല്ല അത് നിർബന്ധിതമാണ് ആൺകുട്ടികൾക്ക്. മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസത്തിലും സൈനിക പരിശീലനത്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത്. അതുപോലെ പരമ്പരാഗത മൂല്യങ്ങൾക്ക്. മാത്രമല്ല നമ്മളെ ഏതൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പാർട്ടയിൽ പ്രഭുഭരണമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നടന്ന 2 യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു. അതായത് ഗ്രീക്കുമായിട്ട് ശത്രുതയിലുണ്ടായിരുന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ഏതൻസും സ്പാർട്ടയും കൂടെ സംയുക്തമായിട്ട് സൈന്യം എന്ത് ചെയ്തു? പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു. ഈ യുദ്ധങ്ങളെ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് വെച്ചാൽ ഗ്രീക്കും പേർഷ്യനും തമ്മിൽ നടന്ന യുദ്ധമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ ഗ്രീക്ക് ചെയ്ത യുദ്ധമാണ്. ഗ്രീക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യമാണ് ആ യുദ്ധം നടത്തിയത്. ഇനി രണ്ടാമത്തെ യുദ്ധം, അതായത് ഇവർ സംയുക്തമായിട്ട് സൈന്യം ചേർന്ന് പേർഷ്യയെ യുദ്ധം ചെയ്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതൻസും സ്പാർട്ടയും തമ്മിൽ ശത്രുതയിലായി. ഏതൻസും സ്പാർട്ടയും തമ്മിൽ ശത്രുതയിലായപ്പോഴത്തേക്കും ഏതൻസിനെതിരെ സ്പാർട്ടയും പിന്നെ സ്പാർട്ടയുടെ സഖ്യരാഷ്ട്രങ്ങളും കൂടി ചേർന്ന് യുദ്ധം നടത്തി. അപ്പോൾ ഏതൻസും സ്പാർട്ടയും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൽ പെലോപ്പൊനേഷ്യൻ യുദ്ധം എന്ന് പറയുന്നു. പെലോപ്പൊനേഷ്യൻ യുദ്ധം എന്ന് പറയുന്നു. ഈ യുദ്ധത്തിൽ വിജയിച്ചത് സ്പാർട്ടയാണ്. ഹെറോഡോട്ടസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയായിട്ടുള്ള ദ ഹിസ്റ്ററീസ് എഴുതിയത് അദ്ദേഹമാണ്. അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലേ? ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഹെറോഡോട്ടസ്. അദ്ദേഹം എഴുതിയ കൃതിയാണ് ദ ഹിസ്റ്ററീസ്. അതിൽ പരാമർശിക്കുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ച് ഇതിവൃത്തമാക്കിയിട്ട് എഴുതിയ കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണത്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ യുദ്ധം ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ളത്. അതിനെ ആധാരമാക്കി എഴുതിയ കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനേഷ്യൻ വാർ. അത് എഴുതിയത് തൂസിഡൈസ് ആണ്. അത് ചരിത്രകൃതി എഴുതിയത് തൂസിഡൈസ് ആണ്. അത് സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനേഷ്യൻ വാർ. മാരത്തൺ ഓട്ടം എന്ന് കേട്ടിട്ടില്ലേ? മാരത്തൺ ഓട്ടം, ദീർഘദൂര ഓട്ടത്തിന് വിളിക്കുന്ന പേരാണ് മാരത്തൺ ഓട്ടം. ആ മാരത്തൺ ഓട്ടത്തിന് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നേരത്തെ പറഞ്ഞ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് ഏകദേശം 26 മൈൽ അപ്പുറത്തുള്ള മാരത്തണിൽ വെച്ചാണ് ഗ്രീക്കുകാരും പേർഷ്യൻകാരും ഏറ്റുമുട്ടിയത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് 26 മൈൽ ദൂരെയുള്ള ഏതൻസിൽ നിന്ന് 26 മൈൽ ദൂരെയുള്ള മാരത്തൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയിച്ചു. ഈ വിജയവാർത്ത പറയാൻ വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അദ്ദേഹം അത്രയും ദൂരം ഓടിയെത്തി സന്തോഷവാർത്ത അറിയിച്ചു. അത്രയും ദൂരം ഓടിയെത്തിയാണ് അയാൾ സന്തോഷവാർത്ത അറിയിച്ചത്. എന്താണ്? ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് അദ്ദേഹം ആർത്ത് വിളിച്ചു. പക്ഷേ ഇത്രയും ദൂരം ഓടി വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഇത്രയും ദൂരം ഓടിയെത്തി ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ മരണപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന പേര് വന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന പേര് വന്നത്. ഗ്രീക്കിലെ തത്വചിന്തകന്മാരെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് സോക്രട്ടീസ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണ് സോക്രട്ടീസ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണ് സോക്രട്ടീസ്. സംവാദ രീതി, അതായത് സോക്രാറ്റിക് മെത്തേഡ്, ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രീതിയാണ് സംവാദ രീതി. സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക് എഴുതിയത് പ്ലേറ്റോയാണ്. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോയാണ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് സോക്രട്ടീസിൻ്റെ ശിഷ്യൻ അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക്. ഇനി അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠനകേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചതാണ്. അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ സ്ഥാപിച്ചതാണ് അക്കാദമി, അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചത് ലൈസിയം. ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആരാരുടെ ശിഷ്യനാണെന്നൊക്കെ. സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ.
പ്ലേറ്റോ സ്ഥാപിച്ചത് അക്കാദമി, അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചത് ലൈസിയം. പൊളിറ്റിക്സ് എഴുതിയത് അരിസ്റ്റോട്ടിൽ, റിപ്പബ്ലിക് പ്ലേറ്റോയുടേതാണ്. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചുള്ള 2 ഇതിഹാസങ്ങളാണ് ഇലിയഡ്, ഒഡീസി. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചുള്ള 2 ഇതിഹാസങ്ങളാണ് ഇലിയഡും ഒഡീസിയും. എഴുതിയത് ഹോമറാണ്. ഇലിയഡും ഒഡീസിയും എഴുതിയത് ഹോമർ. ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇലിയഡ് എഴുതിയതാര് അല്ലെങ്കിൽ ഒഡീസി എഴുതിയതാര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എഴുതിയത് ഹോമറാണ്. അടുത്തതായിട്ട് നമുക്ക് പേർഷ്യൻ സാമ്രാജ്യത്തിനെക്കുറിച്ച് നോക്കാം. ഇന്നത്തെ ഇറാനിലാണ് പേർഷ്യൻ സാമ്രാജ്യം നിലനിന്നിരുന്നത്. അതിൻ്റെ തലസ്ഥാനം പെർസെപോളിസ് ആയിരുന്നു. അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പെർസെപോളിസ് ആയിരുന്നു. ഇന്നത്തെ ഇറാനിലാണ് പേർഷ്യൻ സാമ്രാജ്യം നിലനിന്നിരുന്നത്. അതിൻ്റെ തലസ്ഥാനം പെർസെപോളിസ് ആയിരുന്നു. അവിടുത്തെ പ്രമുഖ ഭരണാധികാരികളായിരുന്നു സൈറസും ദാരിയസും. പേർഷ്യയിലെ ഭരണ സംവിധാനം എന്താണെന്ന് നോക്കാം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. സത്രപി എന്ന് വെച്ചാൽ പ്രവിശ്യ എന്നാണ്. അവിടെ അവരുപയോഗിച്ച വാക്ക് സത്രപിയാണ്. ആ വാക്ക് അങ്ങനെ തന്നെ പഠിക്കണം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. സത്രപികളായിട്ടാണ് അത് എന്ത് ചെയ്തത്, ആ സാമ്രാജ്യത്തിനെ അവർ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹെഡ് ഗവർണർമാർ അറിയപ്പെടുന്നത് സത്രപ് എന്ന് ആയിരുന്നു. സത്രപ്മാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. അപ്പോൾ ഈ സത്രപ്മാർ, അതായത് ഈ ഗവർണർമാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ, ഈ പ്രവിശ്യകളിൽ നടപ്പിലാക്കി. അപ്പോൾ ഇവിടുത്തെ പേർഷ്യൻ ഭരണ സംവിധാനത്തിൽ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് സത്രപി എന്നാണ്. അതുപോലെ തന്നെ ആ പ്രവിശ്യകളുടെ ഗവർണർമാർ അറിയപ്പെട്ടിരുന്നത് സത്രപ് എന്നാണ്. അവരാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട്ര ദർശനത്തിൻ്റെ സ്ഥാപകൻ സരതുഷ്ട്രയാണ്. അഹുരമസ്ത എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഇതൊരു മതം പോലെയാണ്. അപ്പോൾ അവിടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് അഹുരമസ്ത. സരതുഷ്ട്ര ദർശനത്തിലെ ഏകദൈവമാണ് അഹുരമസ്ത. അതായത് ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ദർശനമാണ് സരതുഷ്ട്ര ദർശനം സ്ഥാപിച്ചത് സരതുഷ്ട്രയാണ്. അദ്ദേഹം അതുപോലെ തന്നെ അഹുരമസ്ത, അത് ഏകദൈവമാണ്. അതിലെ ദൈവമാണ് അഹുരമസ്ത. അവരുടെ മതഗ്രന്ഥത്തിന് സെൻറ്റ് അവസ്ഥ എന്ന് പറയും. സെൻറ്റ് അവസ്ഥ എന്നറിയപ്പെടുന്നത് സരതുഷ്ട്ര ദർശനത്തിൻ്റെ മതഗ്രന്ഥമാണ്. ഈ സരതുഷ്ട്ര ദർശനം ഇംഗ്ലീഷിൽ സ്വരാഷ്ട്രീയനിസം എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വരാഷ്ട്രീയനിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മലയാളമാണ് സരതുഷ്ട്ര ദർശനം. ഈ സെൻറ്റ് അവസ്ഥ ഏത് മതവുമായി ബന്ധപ്പെട്ട കൃതിയാണ് അല്ലെങ്കിൽ മതഗ്രന്ഥമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. അഹുരമസ്ത ഏകദൈവം, അവരുടെ സെൻറ്റ് അവസ്ഥയാണ് മതഗ്രന്ഥം. സരതുഷ്ട്ര ദർശനം അത് പേർഷ്യയിലുണ്ടായിരുന്ന ദർശനമാണ് സരതുഷ്ട്ര ദർശനം. അടുത്തതായി നമുക്ക് റോമാ സാമ്രാജ്യത്തിനെ കുറിച്ച് നോക്കാം. റോമൻ സാമ്രാജ്യം. ഇന്നത്തെ ഇറ്റലിയാണ് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഇറ്റലിയും റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമാ നഗരം കണക്കാക്കപ്പെട്ടിരുന്നത്. റോമാ നഗരം കണക്കാക്കപ്പെട്ടിരുന്നത്. ആദ്യകാലത്ത് അവിടെ രാജഭരണമായിരുന്നു. പിന്നീട് റിപ്പബ്ലിക്കൻ രീതിയിലേക്ക് മാറി. ആദ്യകാലത്ത് രാജഭരണമായിരുന്നു. പക്ഷേ ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങളൊക്കെ ഉയർന്നു വന്നതോടുകൂടി BC 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിലെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിൻ്റെ ഉദയം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഭരണ ചുമതല ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിന് രാജാവിന് പകരം കോൺസൽ എന്നാണ് പദവിയാണ് ഉണ്ടായിരുന്നത്. കോൺസൽ എന്ന പദവി, ആ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഭരണ ചുമതല ഉണ്ടായിരുന്നത്. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ജൂലിയസ് സീസറിനെ കുറിച്ച്.
ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. ജൂലിയസ് സീസറിൻ്റെ കാലം എത്തിയപ്പോഴേക്കും, അതായത് BCE ഒന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് അദ്ദേഹം ഏകാധിപതിയായി അധികാരം കൈയടക്കി. അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറുന്നത്. റോമ സാമ്രാജ്യം എന്നുള്ള രീതിയിലേക്ക് റോമൻ റിപ്പബ്ലിക്ക് മാറുന്നത് അഗസ്റ്റസ് സീസറിൻ്റെ കാലത്തോടെയാണ്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. അപ്പോൾ ആദ്യകാലത്ത് രാജഭരണമായിരുന്നു, അതിനുശേഷം റിപ്പബ്ലിക്ക് വീണ്ടും മാറി ഏകാധിപത്യ ഭരണം അവിടെ ഉണ്ടായി. അവിടെ നിന്ന് വീണ്ടും ചക്രവർത്തി ഭരണത്തിലേക്ക് വന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. അപ്പോൾ റോമൻ സാമ്രാജ്യം എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു? യൂറോപ്പിലുണ്ടായിരുന്നു. യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗം, ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത്, ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം, ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു പ്രദേശത്താണ് റോമൻ സാമ്രാജ്യം വ്യാപിച്ച് കിടന്നിരുന്നത്. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രിൻസപ്പ് എന്ന് വെച്ചാൽ പ്രഥമ പൗരൻ. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് എന്ന് അറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാന ആകൃതിയിലുള്ള കനാലുകളാണ് അക്വിഡക്റ്റുകൾ. അതുപോലെ വിശാലവും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണ് അക്വിഡക്റ്റും കൊളോസിയവും. അക്വിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലാണ്. വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയം അവരുടെ വേറൊരു സംഭാവനയാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ആദ്യകാല നഗരരാഷ്ട്രങ്ങളുടെ രൂപീകരണം നടന്നതെന്ന് നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 1500 BCയോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു. എപ്പോഴാണ്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BC ആയപ്പോഴത്തേക്കും ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് സപ്തഹിന്ദു പ്രദേശത്ത് അധിവാസം ഉറപ്പിച്ചു. അക്കാലത്താണ് വേദങ്ങൾ രചിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന് പറയുന്നു. ഈ വേദങ്ങളിൽ നിന്നാണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്നും ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപ്പാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറി. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നഗര രാഷ്ട്രങ്ങൾ, അതായത് ജനപദങ്ങൾ രൂപപ്പെട്ടു. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ ഉണ്ടായത്. ഇനി ശക്തമായ ജനപദങ്ങൾ, പ്രബലമായ ജനപദങ്ങൾ ചെറിയ ചെറിയ ജനപദങ്ങളെ കീഴടക്കി മഹാജനപദങ്ങളായി പരിണമിച്ചു. ഇപ്പോൾ ചെറിയ ചെറിയ ജനപദങ്ങൾ ചേർന്ന് മഹാജനപദങ്ങൾ ഉണ്ടായി. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിൽ രണ്ടാം നഗരവൽക്കരണം എന്ന് അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ ഹരപ്പൻ സംസ്കാരത്തിൻ്റേത് മുന്നേ ഉള്ള ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ പറഞ്ഞു. അതിനെയാണ് ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്ന് പറയുന്നത് മഹാജനപദങ്ങളുടെ കാലമാണ്. ഇന്ത്യയിൽ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ഒരിക്കൽ കൂടി പറയാം. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ് ഒരു പ്രബല ശക്തിയായി മാറിയ മഹാജനപദം.
മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ നോക്കാം. ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും മഗധയ്ക്കുണ്ടായിരുന്നു. ഭരണാധികാരികളും ശക്തരായിരുന്നു, അതുപോലെ തന്നെ സൈന്യവും ശക്തരായിരുന്നു. രണ്ടാമത്തേത് ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. മൂന്നാമത് കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി. കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി. അവസാനത്തേത് ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം. ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. തുടക്കത്തിൽ രാജഗൃഹവും പിന്നീട് പാടലീപുത്രവുമായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. ആദ്യകാലത്ത് രാജഗൃഹ, അതായത് ബീഹാറിലെ രാജ്ഗീർ എന്ന് പറയുന്ന സ്ഥലമാണ് രാജഗൃഹം. ആദ്യകാല തലസ്ഥാനം രാജഗൃഹമായിരുന്നു. പിന്നീട് പാടലീപുത്ര, ഇന്നത്തെ പാട്ന, ഇത് രണ്ടുമായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. മഗധയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. മഗധയിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. അടുത്തതായിട്ട് നമുക്ക് മൗര്യ സാമ്രാജ്യം നോക്കാം. മൗര്യ സാമ്രാജ്യം BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. മഗധയെ വിശാലമായ മൗര്യ സാമ്രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ കൗടില്യൻ അഥവാ ചാണക്യനായിരുന്നു. അപ്പോൾ മഗധയെ വിശാലമായ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള കൗടില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യ സാമ്രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്നു അശോകൻ. മൗര്യ സാമ്രാജ്യത്തിലെ ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു അശോകൻ. കാശ്മീരിലും കലിംഗവും, ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശങ്ങളെയാണ് കലിംഗ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശങ്ങളെയാണ് കലിംഗ എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീരും കലിംഗയും കീഴടക്കി രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അശോകനാണ്. കാശ്മീരും കലിംഗയും കീഴടക്കി രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അശോകനാണ്. അപ്പോൾ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. അപ്പോൾ കൗടില്യൻ അഥവാ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം രചിച്ചതാര്? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് എഴുതണം. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇനി നമുക്ക് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദർശനങ്ങൾ നോക്കാം. പ്രാചീന ഇന്ത്യയിൽ രാഷ്ട്രരൂപീകരണം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ട ചില ദർശനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ജൈനമതം എന്താണെന്ന് നോക്കാം. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. BCE 6-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലാണ് രൂപം കൊണ്ടത്. ജൈനമതം ഇന്ത്യയിലാണ് രൂപം കൊണ്ടത്. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതം പ്രചരിപ്പിച്ചതാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹമല്ല സ്ഥാപിച്ചത്. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ജൈനമതത്തിലെ ആശയങ്ങളെ നമുക്ക് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. അതായത് അഹിംസ എന്ന് പറയുന്നൊരാശയം. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ഇതിനെ ത്രിരത്നങ്ങളെന്ന് പറയുന്നു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇതിനെ ത്രിരത്നങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഈ ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക. ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം.
ഓക്കെ, തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിൻ്റെ അർത്ഥം. തീർത്ഥങ്കരർ എന്ന വാക്കിൻ്റെ അർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ്. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നു. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നു. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹമാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. അടുത്തതായി ബുദ്ധമതം നോക്കാം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. ഗൗതമ ബുദ്ധനാണ്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായ സ്ഥലം എവിടെയാണ്? ബീഹാറിലെ ബോധഗയയിലാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്ന് അറിയപ്പെട്ടത്. ബുദ്ധമത ആശയങ്ങൾ: ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഏകദേശം ജൈനമത ആശയങ്ങളുമായി സാദൃശ്യമുള്ളതാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ജൈനമത ആശയങ്ങളുമായിട്ട് സാദൃശ്യമുള്ളത് തന്നെയാണ് ബുദ്ധമത ആശയങ്ങളും. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹം സിദ്ധാർത്ഥൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബീഹാറിലെ ബോധഗയയിൽ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെടുന്നു. ചാർവാക ദർശനം അല്ലെങ്കിൽ ലോകായത. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വമായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വമായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് SCERTയിൽ ഈ പാഠഭാഗത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ LGS ലെവൽ പരീക്ഷകൾക്കാണ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. അതായത് LGS, VFA, പ്യൂൺ തുടങ്ങിയ തസ്തികകൾക്ക്. അതിന് മുകളിലേക്കുള്ള LD പോലെയുള്ള തസ്തികകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. SCERTയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാലും അധികം സമയം ഇങ്ങനെയുള്ള പാഠഭാഗങ്ങളിൽ കളയണമെന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു SCERT പാഠഭാഗവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.